السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സംസാരത്തിൻ്റെ ആമുഖത്തിൽ നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിക്കാൻ ആവശ്യമായ വിഭവ സമാഹരണത്തിനു വേണ്ടി പാടുപെടുന്നവരാണ് നാം എല്ലാവരും. പ്രത്യേകിച്ച് പ്രവാസികൾ. ഉറ്റവരെയും ഉടയവരെയും എല്ലാം വെടിഞ്ഞ് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ തമ്മിൽ മുട്ടിക്കുന്നതിനു വേണ്ടി ഏറെ പ്രിയങ്കരമായ
പല കാര്യങ്ങളും ഉപേക്ഷിച്ച് അതല്ലെങ്കിൽ അതിനോട് വിട ചൊല്ലി ഈ മണലാരുണ്യത്തിൽ കഷ്ടപ്പെടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപജീവനമാർഗം സമൃദ്ധമാകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാർഗത്തിൽ അവനിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കുവാനും നമ്മൾ ശ്രദ്ധിച്ചു പോരേണ്ട സുപ്രധാനമായ പല കാര്യങ്ങളും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ മാർഗത്തിൽ എന്തെല്ലാമാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന ഒരു ചുരുങ്ങിയ വിശദീകരണമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും റിസ്ക് നൽകുവാനുള്ള, ഉപജീവനം നൽകുവാനുള്ള ബാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ പടപ്പുകളുടെയും എല്ലാ സൃഷ്ടികളുടെയും ഉപജീവനം അവൻ്റെ മേൽ ബാധ്യതയുള്ള കാര്യമാണ്. മാത്രമല്ല, ആ സൃഷ്ടികൾക്കൊക്കെ ഭക്ഷണം നൽകുന്ന വിഷയം അതല്ലെങ്കിൽ ഉപജീവനം നൽകുന്ന കാര്യം അവയെ പടക്കുന്നതിന് മുൻപ് തന്നെ, അവക്ക് സൃഷ്ടിപ്പ് നൽകുന്നതിന് മുൻപ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൃത്യമായ രേഖയിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യവും കൂടെയാണ്. നമ്മൾ മനസ്സിലാക്കുക, നാം ഒരു ഭക്ഷണത്തിൻ്റെ ഉരുളയുമായി നമ്മുടെ കൈകൾ നമ്മുടെ വായിലേക്ക് ചലിപ്പിക്കുമ്പോൾ, വായിലേക്ക് ഉയർത്തുമ്പോൾ ആ ഭക്ഷണം നമുക്കുള്ളതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടക്കുന്നതിന് മുൻപ്, നമ്മെ സൃഷ്ടിക്കുന്നതിന് മുൻപ് നമുക്ക് വേണ്ടി നിശ്ചയിച്ച ഒരു കാര്യമാണ്. ഇത് നമ്മുടേതെന്ന് മാത്രമല്ല, എല്ലാ സൃഷ്ടികളുടെയും അങ്ങനെയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയം വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ, ആ പറവകൾക്കുള്ള റിസ്ക് അല്ലാഹു ഏറ്റെടുത്തു. മാളങ്ങളിലുള്ള ഇഴജന്തുക്കൾ, അതേപോലെയുള്ള ജീവജാലങ്ങൾ, സമുദ്രത്തിൻ്റെ ആഴയിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങൾ, ഇങ്ങനെ ഏതൊരു ജീവിയാണെങ്കിലും ആ ജീവിക്കൊക്കെയുള്ള റിസ്ക് നൽകുന്ന നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവിൻ്റെ നാമം തന്നെ അർ റസ്സാഖ് അല്ലേ? നമ്മളൊക്കെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ദാരിയാത്തിൽ പഠിച്ച ഒരു കാര്യമാണ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ഹുവർ റസ്സാഖു, അവനാണ് യഥാർത്ഥത്തിൽ റിസ്ക് നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ അവനാണ്. ദുൽ ഖുവ്വത്തിൽ മതീൻ, അവൻ ശക്തനാണ്, പ്രബലനാണ്. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തിയതാണിത്. ആ ഉപജീവനം നൽകുന്ന നാഥൻ എല്ലാ സൃഷ്ടികൾക്കും ഉപജീവനം ഏറ്റെടുത്തിരിക്കുന്നു, അതിൻ്റെ ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിൽ അല്ലാഹു ആ കാര്യം വളരെ വിശദമായി വിശദീകരിച്ചു. നോക്കൂ നിങ്ങൾ, അവിടെ അല്ലാഹു പറഞ്ഞതിങ്ങനെ: വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർൾ, ഭൂമിയിൽ ഒരു ജന്തുവുമില്ല, ഭൂമിയിൽ ഒരു ജീവിയുമില്ല, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിൻ്റെ ഉപജീവനം, അതിൻ്റെ ഭക്ഷണം അല്ലാഹുവിൻ്റെ മേൽ ബാധ്യതയായിട്ടല്ലാതെ, വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, അതിൻ്റെ താവളവും അതിൻ്റെ സൂക്ഷിപ്പ് സ്ഥാനവുമെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം കൃത്യമായ ഒരു രേഖയിൽ രേഖപ്പെട്ട് കിടക്കുന്നു, രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജീവികളുടെയും ബാധ്യത, റിസ്ക്കിൻ്റെ ബാധ്യത അല്ലാഹുവിൻ്റെ അരികിൽ വളരെ കൃത്യമായി അവൻ ഏറ്റെടുത്ത വിഷയമാണ്.
അവൻ രേഖപ്പെടുത്തിയ കാര്യവുമാണ്. അപ്പോൾ ലോകത്ത് പല ആളുകൾക്കും ഒരാശങ്കയുണ്ട്. എന്ത്? ലോകത്ത് ജനപ്പെരുപ്പമുണ്ടായാൽ മനുഷ്യന്മാർ കഷ്ടപ്പെടേണ്ടി വരും എന്ന ചിന്ത യഥാർത്ഥത്തിൽ അടിസ്ഥാനമില്ലാത്ത ചിന്തയാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമനുസരിച്ച് ലോകത്തു മനുഷ്യർ ജനപ്പെരുപ്പമുണ്ടായാൽ അതല്ലെങ്കിൽ ജനസംഖ്യാവർദ്ധനവുണ്ടായാൽ ലോകത്ത് കഷ്ടപ്പാടുണ്ടാകുമെന്ന ചിന്ത തന്നെ ഇസ്ലാമിന് അന്യമാണ്. അതുപോലെ മക്കൾ കൂടുതലുണ്ടായാൽ അതിൻ്റെ പേരിൽ കഷ്ടപ്പെടേണ്ടി വരും എന്ന ചിന്ത തന്നെ അത് യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമായ ചിന്തയാണ്. വിശ്വാസമുള്ള, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന, ഈമാനിക മേഖലയിൽ ദൃഢതയുള്ള, ഈമാനിൻ്റെ മാധുര്യം നുകർന്ന ഒരു വിശ്വാസിക്കോ ഒരു മുസൽമാനോ പറയുവാനോ ചിന്തിക്കുവാനോ സാധ്യമല്ല മക്കൾ അധികമായാൽ കഷ്ടപ്പെടേണ്ടി വരുമെന്ന്. അതല്ലെങ്കിൽ മക്കൾക്ക് വർദ്ധിച്ചാൽ, സന്താനങ്ങൾ അധികമുണ്ടായാൽ അതിൻ്റെ പേരിൽ യാതനകൾ അനുഭവിക്കേണ്ടി വരും എന്ന ചിന്ത തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്ക് അന്യമാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വ ഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. വലാ തഖ്തുലൂ ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്, നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങൾ വധിക്കരുത്. എങ്ങനെ? ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട്, അവർ പട്ടിണി കിടക്കേണ്ടി വരും എന്ന ഭയത്താൽ, അതല്ലെങ്കിൽ അവരുടെ ബാധ്യതയും ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമല്ലോ, അങ്ങനെ അവർക്ക് റിസ്ക് നൽകുന്ന കാര്യത്തിൽ കഷ്ടപ്പെടേണ്ടി വരും എന്ന വിഷയം ആലോചിച്ച് നിങ്ങൾ മക്കളെ കൊന്നുകളയരുത്. എന്നിട്ട് അല്ലാഹ് പറയുന്ന സംഗതി എന്താ അറിയോ? നഹ്നു നർസുഖുഹും വ ഇയ്യാകും, നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്ന ബാധ്യത നമ്മുടെ ബാധ്യതയാണ്, നാമാണ് റിസ്ക് നൽകുന്നത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, അവരെ കൊന്നുകളയുക എന്നത് ഭീമമായ അപരാധമാകുന്നു. അവരെ കൊന്നുകളയാൻ പാടില്ല. മക്കളെ കൊല്ലുക എന്നത് ഭീമമായ അപരാധമാണ്. അപ്പം ഇസ്ലാം പറയുന്നു, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത്. അപ്പം റിസ്ക്കിൻ്റെ ബാധ്യതയൊക്കെ അള്ളാഹ് ഏറ്റെടുത്തതാണ്. റിസ്ക്കെല്ലാം അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. പക്ഷേ ആ റിസ്ക് കിട്ടണമെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കണം, ആ റിസ്ക് ലഭിക്കണമെങ്കിൽ ചില സബബുകൾ നമ്മൾ പ്രവർത്തിച്ചേ പറ്റൂ. ആ സബബുകൾ പ്രവർത്തിക്കാതെ അള്ളാഹു ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെയോ, അള്ളാഹു ഏറ്റെടുത്ത റിസ്ക്കിൻ്റെ ബാധ്യത നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചില കാരണങ്ങൾ പ്രവർത്തിക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പക്ഷികൾക്ക് എങ്ങനെയാണ് റിസ്ക് കിട്ടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷികൾക്ക് എങ്ങനെയാണ് ഉപജീവനം ലഭിക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖുത് തയ്റു തഗ്ദു ഖിമാസം വതറൂഹു ബിത്വാനാ. എന്താ അവിടുന്ന് പറഞ്ഞത്? ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ട മുറപ്രകാരം, തവക്കുൽ ചെയ്യേണ്ട മുറപ്രകാരം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ മനുഷ്യരെ, ലറസഖകും, നിങ്ങൾക്കവൻ ഉപജീവനം നൽകും, റിസ്ക് നൽകും, കമാ യർസുഖുത് തയ്റു, പക്ഷികൾക്കവൻ ഉപജീവനം നൽകുന്നത് പോലെ. എങ്ങനെയാ പക്ഷികൾക്ക് ഉപജീവനം കിട്ടുന്നത്? തഗ്ദൂ ഖിമാസൻ വതറൂഹു ബിത്വാനാ, അവയുടെ കൂടുകളിൽ നിന്ന് പ്രഭാതത്തിൽ അവ പറന്നു പോകുന്നത് വയറൊട്ടിയ നിലക്ക്, വിശന്ന നിലക്കാണ്. എന്നാൽ സായാഹ്നമാകുമ്പോൾ, വൈകുന്നേരമാകുമ്പോൾ അവയുടെ കൂടുകളിലേക്ക് അവ മടങ്ങി വരുന്നത് എങ്ങനെയാണെന്നോ? വയറ് നിറഞ്ഞ സ്ഥിതിയിലുമാണ്. ഇതെങ്ങനെയാ അവർക്ക് കിട്ടിയത്? അല്ലാഹ് ഏറ്റെടുത്തു എന്നും പറഞ്ഞിട്ട് അവർ അടങ്ങിയിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവർക്ക് എന്ത് കിട്ടി? അവരധ്വാനിക്കാൻ ഒരുങ്ങിയപ്പോൾ, അവരുടെ കൂടുകളിൽ നിന്ന് പറന്നു പോകാൻ ഒരുങ്ങിയപ്പോൾ, അങ്ങനെ അതാ റിസ്ക് തേടി അന്വേഷിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ അവർക്ക് അല്ലാഹു റിസ്ക് കൊടുത്തു. അപ്പം ഇസ്ലാം പറയാണ്, എന്ത്? അല്ലാഹു ഏറ്റെടുത്ത റിസ്ക് ലഭ്യമാകണമെങ്കിൽ മനുഷ്യ നീ കാരണം പ്രവർത്തിക്കണം, അധ്വാനിക്കണം. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനത്തിൽ പറയുന്നു, സൂറത്തുൽ മുൽക്കിലെ 15-ാമത്തെ സൂക്തമാണത്. അവിടെ അല്ലാഹ് പറയുന്നത് എന്താ അറിയോ? മനുഷ്യ,
നീ താമസിക്കുന്ന ഭൂമിയില്ലേ, ആ ഭൂമിയെ ഞാൻ നിനക്ക് അധീനമാക്കി തന്നിരിക്കുന്നു, നിനക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അതുകൊണ്ട് ആ കീഴ്പ്പെടുത്തി തന്ന ഭൂമിയിൽ അനുവദിക്കപ്പെട്ട നിലക്ക് നീ അധ്വാനിച്ചോ, അനുവദിക്കപ്പെട്ട നിലക്ക് നീ റിസ്ക് തേടിക്കോ. എങ്കിൽ അള്ളാഹു നിനക്ക് റിസ്ക് തരാനുള്ള കാരണമാണ് നീ പ്രവർത്തിക്കുന്നത്. എന്താ അള്ളാഹ് പറഞ്ഞത്? ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ അവനാണ് ജഅല ലക്കുമുൽ അർള ദലൂല, ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, വിധേയമാക്കി തന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? ഫംശൂ ഫീ മനാകിബിഹാ, ഭൂമിയുടെ ഓരങ്ങളിലൂടെ, അതിൻ്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ, മൻകിബ് മനാകിബ് എന്നെല്ലാം പറഞ്ഞാൽ ചുമല് എന്നാണ് അർത്ഥം. ഭൂമിയുടെ ഓരങ്ങളിലൂടെ നിങ്ങൾ നടക്കൂ ജനങ്ങളെ, എന്നിട്ട് റിസ്ക് തേടൂ, അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിക്കുവിൻ, അധ്വാനശീലമുള്ളവരാകുവിൻ, അടങ്ങിയിരിക്കാതെ റിസ്ക് തേടി നിങ്ങൾ നടക്കുവിൻ. അങ്ങനെ വകുലൂ മിൻ റിസ്ഖിഹി, അല്ലാഹു തരുന്ന ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണേ. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും, റിസ്ക് അന്വേഷിച്ച് നടക്കുമ്പോഴും, കച്ചവടം ചെയ്യുമ്പോഴും, ബിസിനസ് ചെയ്യുമ്പോഴും, അധ്വാനിക്കുമ്പോഴും, ഭൂമിയിലൂടെ പല നിലക്കുള്ള അധ്വാനങ്ങൾ ചെയ്യുമ്പോഴുമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയുണ്ട്. അതെന്താണ്? വഇലൈഹിൻ നുശൂർ, ഞാൻ എൻ്റെ റബ്ബിങ്കലേക്ക് മടങ്ങുന്നവനാണ്, എൻ്റെ രക്ഷിതാവിങ്കലേക്ക് ഞാൻ മടങ്ങുന്നവനാണ്, എൻ്റെ മടക്കം അവങ്കലിലേക്കാണ്. ഈ ഭൂമിയൊന്നും എനിക്ക് ശാശ്വതമല്ല, ഈ ജോലിയൊന്നും എനിക്ക് ശാശ്വതമല്ല, ഈ ഉപജീവനം എന്നും എനിക്ക് ശാശ്വതമല്ല. ഇതൊക്കെ ഈ മാർഗത്തിൽ ഞാൻ എൻ്റെ റബ്ബിനെ ഓർക്കണം. ഹലാലായ നിലക്ക് ഞാൻ നേടാവൂ, ഹറാമായ നിലക്ക് ഞാൻ സമ്പാദിച്ചു. അങ്ങനെ എൻ്റെ റബ്ബിങ്കലേക്ക് മടങ്ങുന്ന നേരം എനിക്കുണ്ട് എന്ന ഓർമ്മയും റിസ്ക് അന്വേഷിക്കുന്ന നിലക്ക് ആ മാർഗത്തിൽ നിങ്ങൾക്ക് വേണം. ഉപജീവന മാർഗത്തിൽ ഇസ്ലാം നൽകുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ, ഇബാദത്ത് കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെ നിങ്ങൾ ചടഞ്ഞിരിക്കരുത്. നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ, ജുമുഅ കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങണം. എന്നിട്ട് നിങ്ങൾ റിസ്ക് അന്വേഷിക്കണം. അതല്ലാതെ പള്ളിയിലിരുന്നു കൊണ്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ർസുഖ്നീ, അല്ലാഹുവേ എനിക്ക് റിസ്ക് നൽകണേ എന്ന് ദുആ ചെയ്താൽ, അതുപോലെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തമില്ലേ, അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നല്ലോ, അല്ലാഹുമ്മ ർസുഖ്നീ, അല്ലാഹുവേ റിസ്ക് നൽകണേ. ആ പ്രാർത്ഥന കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ സബബ് പ്രവർത്തിച്ചേ പറ്റൂ. അല്ലാഹു വീണ്ടും പറയുകയാണ്, ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഫഇദാ ഖുളിയത്തിസ് സ്വലാ, നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഫന്തശിറൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ വ്യാപിക്കുവിൻ ജനങ്ങളെ, വബ്തഗൂ മിൻ ഫളില്ലാഹ്, അല്ലാഹുവിൻ്റെ ഔദാര്യമാകുന്ന റിസ്കിനെ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുവിൻ, നിങ്ങളതിനെ തേടുകയും ചെയ്യുവിൻ. ആ റിസ്ക് തേടുമ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്തെന്നറിയുമോ? വദ്കുറുല്ലാഹ കസീറാ, അല്ലാഹുവിനെ മറന്നുകൊണ്ടൊരു റിസ്ക് തേടല്ല. നിങ്ങൾ അവിടെയും അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുവിൻ, എങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം കൈവരിക്കുന്നവരായേക്കാം. അപ്പോൾ കച്ചവടത്തിൽ അല്ലാഹനെ ഓർക്കൂല, പള്ളിയിൽ വെച്ചേ അല്ലാഹനെ ഓർമ്മയുള്ളൂ, അതല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുമ്പോഴേ റബ്ബിനെ ഓർമ്മയുള്ളൂ. കച്ചവടത്തിലും ജോലി ചെയ്യുന്ന വിഷയത്തിലും റിസ്ക് തേടുന്ന വിഷയത്തിലുമൊക്കെ തൽക്കാലം അല്ലാഹനെ മറന്നുകൊണ്ടുള്ള സമീപനം നമുക്ക് പറ്റുകയില്ല. അവിടെയും നിങ്ങൾ ഓർക്കേണ്ടത് വദ്കുറുല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കണേ.
ഇനിയും നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, വഅജ്മിലൂ ഫിത്തലബി, നിങ്ങൾ ഉപജീവനം നല്ല നിലക്ക് നിങ്ങൾ തേടണേ, ഫഇന്ന നഫ്സൻ, നിങ്ങൾ മനസ്സിലാക്കണം, നന്നായി മനസ്സിലാക്കണം, ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ വഇന്ന ബുതഅ അൻഹാ. അല്ലാഹു ഒരു മനുഷ്യന് കണക്കാക്കിയ റിസ്ഖില്ലേ, അത് പരിപൂർണമായും കിട്ടാതെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരിക്കുന്നതല്ല. ചിലപ്പോൾ അതിൽ സാവകാശമുണ്ടായെന്ന് വരാം, പക്ഷേ നമ്മെ പടക്കുന്നതിന് മുൻപേ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി വെച്ച റിസ്ഖില്ലേ, അത് കിട്ടാണ്ട്, അത് പരിപൂർണമായും ലഭിക്കാതെ ഈ ലോകത്ത് നിന്നൊരാൾ മരിക്കുന്നതല്ല. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വഅജ്മിലൂ ഫിത്തലബി, നല്ല നിലക്ക് ഭംഗിയായി നിങ്ങൾ റിസ്ഖ് തേടിക്കോ. പക്ഷേ അവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം, ഖുദൂ മാ ഹല്ല, അനുവദിക്കപ്പെട്ടത് സ്വീകരിക്കുകയും വദഉ മാ ഹറുമ, വിരോധിക്കപ്പെട്ടതിനെ ഒഴിവാക്കുകയും ചെയ്യണേ. ഇസ്ലാം നിർദ്ദേശിക്കുകയാണ്, അനുവദിക്കപ്പെട്ടതേ സ്വീകരിക്കാവൂ, ഹറാമായത് നിങ്ങൾ സ്വീകരിക്കരുത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ വേണം, നമ്മുടെ ഉപജീവന മാർഗത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യം, അള്ളാഹു നമ്മുടെ റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സബബുകൾ പ്രവർത്തിക്കുമ്പോഴേ അത് നമുക്ക് കിട്ടുകയുള്ളൂ. ആ സബബാണ് അധ്വാനം, ആ സബബാണ് കച്ചവടം, ആ സബബാണ് നമ്മുടേതായ പരിശ്രമങ്ങൾ. അത് ഹലാലാകണം, ഹറാമാകരുത്. ഇത് ഇസ്ലാം ആദ്യമായി മുന്നോട്ട് വെക്കുന്ന ഈ മാർഗത്തിലുള്ള നിർദ്ദേശമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അങ്ങനെ ഉപജീവനം നമുക്ക് കിട്ടിയാൽ തന്നെ ആ ഉപജീവനത്തിൽ അല്ലാഹുവിൻ്റെ ബറക്കത്ത് വേണം, റബ്ബിങ്കിൽ നിന്നുള്ള അനുഗ്രഹം വേണം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ റിസ്ക്, നമുക്ക് കിട്ടിയ റിസ്ക് കൊണ്ട് പ്രയോജനമുണ്ടാകില്ല. എന്താ പറഞ്ഞത്? അല്ലാഹുവിൻ്റെ ബറക്കത്ത് കിട്ടാത്ത ഉപജീവനം, റിസ്ക് കിട്ടിയിട്ട് കാര്യമില്ല. റബ്ബിങ്കിൽ നിന്നുള്ള ഐശ്വര്യം വേണം, അല്ലാഹുവിങ്കിൽ നിന്നുള്ള വർധനവ് വേണം, റബ്ബിങ്കിൽ നിന്നുള്ള പ്രത്യേകമായ പരിഗണന വേണം. ആ നിലക്കുള്ള റിസ്ക് കിട്ടിയിട്ടേ ഈ ദുനിയാവിലും അതുകൊണ്ട് പ്രയോജനമുള്ളൂ. എല്ലാ മനുഷ്യന്മാർക്കുള്ള ഉപജീവനത്തിൽ എല്ലാ മനുഷ്യന്മാർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്ത്? അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യേകമായ ബറക്കത്ത് എല്ലാവരുടെയും ഉപജീവനത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. മറിച്ച് ചില കാരണങ്ങൾ പ്രവർത്തിച്ചെങ്കിലേ അല്ലാഹുവിങ്കിൽ നിന്നുള്ള ബറക്കത്ത് നമ്മുടെ റിസ്കിൽ കിട്ടുകയുള്ളൂ. അത് ശമ്പളമാകട്ടെ, അതല്ലെങ്കിൽ കച്ചവടമാകട്ടെ, മറ്റേതെങ്കിലും മാർഗത്തിൽ, അനുവദിക്കപ്പെട്ട മാർഗത്തിൽ നമ്മൾ നേടുന്ന സമ്പത്താകട്ടെ, കുറേ കിട്ടിയത് കൊണ്ട് കാര്യമില്ല. കിട്ടുന്നതിൽ അത് കുറവാകട്ടെ കൂടുതലാകട്ടെ, എന്ത് വേണം? അതിൽ അല്ലാഹുവിൻ്റെ ബറക്കത്ത് കിട്ടണം, അവനിൽ നിന്നുള്ള അനുഗ്രഹം കിട്ടണം, അവനിൽ നിന്നുള്ള വർധനവ് അതിലുണ്ടാകണം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന് അടിസ്ഥാനപരമായ ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അതാണ് 7 കാരണങ്ങളാണ്. അതിന് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. 7ഉം നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ഉപജീവനം സമൃദ്ധമാകാൻ ഇസ്ലാം നിശ്ചയിച്ച 7 മാർഗങ്ങൾ. അതല്ലാണ്ട് ഈ 7 മാർഗമൊന്നും പ്രവർത്തിക്കാണ്ട് നമുക്ക് എത്ര കിട്ടിയാലും സഹോദരന്മാരെ അതിൽ അല്ലാണ്ട് ബർക്കത്തുണ്ടാവില്ല. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ? എത്രയോ അവർ ശമ്പളം വാങ്ങുന്നത് അല്ലേ, എത്രയാണ് അവർക്ക് ബിസിനസ്സിലൂടെ ലാഭം കിട്ടുന്നത്, പക്ഷേ വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നു. ഉപകാരങ്ങൾ നടക്കുന്നില്ല, ബറക്കത്ത് അതിൽ കിട്ടിയിട്ടില്ല, അതിൽ വർധനവില്ല, റബ്ബിങ്കിൽ നിന്നുള്ള ഐശ്വര്യമില്ല. അതുകൊണ്ട് തന്നെ വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നു, കാര്യങ്ങൾ നടക്കുന്നില്ല, പിന്നെയും പലരോടും കൈനീട്ടേണ്ട ഗതികേടാണ്. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അവർക്ക് കിട്ടുന്നത് കുറച്ചേ ഉള്ളൂ എങ്കിലും അതുകൊണ്ട് കാര്യം നടക്കുന്നു, അവരുടെ മക്കൾക്ക് അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നു, ഉപജീവനത്തിൽ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നു. എന്തേ? അതിൽ അല്ലാഹു അവർക്ക് ബറക്കത്ത് കൊടുത്തു. അപ്പോൾ ബറക്കത്ത് കിട്ടുക എന്നത് പ്രധാനമാണ്. ബറക്കത്ത് കിട്ടിയില്ലെങ്കിൽ എത്ര വന്നാലും അതുകൊണ്ട് നമുക്ക് ആവശ്യമായ ഉപകാരം നേടിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, എന്ത്? ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറാ, ഒരടിമയെ സംബന്ധിച്ച് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ബാറക ലഹു ഫീ റിസ്ഖിഹി ബറക, അയാൾക്ക് കിട്ടുന്ന ഉപജീവനത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയും. ഒരാൾക്ക് അല്ലാഹു അനുഗ്രഹം ഉദ്ദേശിച്ചാൽ, ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് എന്ത് കിട്ടും? കിട്ടുന്ന റിസ്ഖിൽ അയാൾക്ക് ബറക്കത്ത് കിട്ടും.
മാത്രല്ല അങ്ങനെ ബറക്കത്ത് കിട്ടിയാൽ അതിൻ്റെ ലക്ഷണം എന്താണ്? യസ്ബഹു ബിഹൽ ഖലീലു കസീറാ, കുറച്ച് ധാരാളമായി അയാൾക്ക് അനുഭവപ്പെടും. വഇദാ അറാദല്ലാഹു അൻ യുബാരിക ലി അബ്ദിൻ, ഒരടിമക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഹയ്യ ലഹുൽ അസ്ബാബ വഫതഹ ലഹുൽ അബ്വാബ്, അയാൾക്ക് പുതിയ പുതിയ കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. വിചാരിച്ചിട്ടേ ഉണ്ടാവില്ല, അങ്ങനെയുള്ള മാർഗങ്ങൾ ഇങ്ങനെ തുറന്നു കൊടുക്കും അല്ലേ? കച്ചവടത്തിനാണെങ്കിലും മറ്റുള്ള മാർഗമാണെങ്കിലും ഓരോരോ കാരണങ്ങൾ അല്ലാഹു, മാർഗങ്ങൾ അല്ലാഹു, വഴികൾ അല്ലാഹു അയാൾക്ക് തുറന്നു കൊടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച ഒരു രീതിയാണ്. പക്ഷേ അതിനെന്ത് വേണം? ആ ബർക്കത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്, ചില ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമേതാണെന്നറിയുമോ? ഒന്നാമത്തെ ആ മാർഗത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട പ്രധാനമായി നമുക്കുണ്ടാകേണ്ട യോഗ്യത വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. തഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹു വിരോധിച്ച വിരോധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. മാത്രമല്ല അല്ലാഹു നിർബന്ധമാക്കിയ വാജിബാത്തുകൾ പ്രവർത്തിക്കണം. അങ്ങനെ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും വിരോധങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ ഒരാൾ ഒരുക്കമാണോ, അയാൾ വിചാരിക്കാത്ത നിലക്ക് അല്ലാഹു അയാൾക്ക് റിസ്ക് കൊടുക്കുന്നു. അല്ലാഹുവിൻ്റെ ഓഫറാണ്, ഒരു MLA-യുടെ ഓഫറല്ല, അതല്ലെങ്കിൽ നാട് ഭരിക്കുന്ന ആരുടെയെങ്കിലും അധികാരികളുടെ ഓഫറല്ല, മറിച്ച് രാജാതിരാജൻ്റെ ഓഫറാണ്. അല്ലാഹു പറയുന്നത് കേട്ടോ, വമയ്യത്തഖില്ലാ, അല്ലാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ച് ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ, അവൻ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അല്ലാഹു അയാൾക്ക് എന്ത് കൊടുക്കും? ഒരു വഴി കൊടുക്കും. മഖ്റജ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ഗൾഫുകാരുണ്ടാവില്ല അല്ലേ? ഖുറൂജ് എന്ന് പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടാവില്ല. അകപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു വഴി, അതാണ് മഖ്റജ്. മഖ്റജ് അല്ലാഹു കൊടുക്കും, പോം വഴി കൊടുക്കും. എന്ത് വേണം? അല്ലാഹനെ സൂക്ഷിച്ചവൻ ജീവിക്കണം. മാത്രമല്ല വയർസുഖുഹു, അവൻ അല്ലാഹു റിസ്ക് കൊടുക്കുന്നു. മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത നിലക്ക് അവൻ അല്ലാഹു റിസ്ക് കൊടുക്കും. അവൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല. പലരും പറയുന്നത് കേട്ടില്ലേ, ഞാൻ ഉറക്കിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വഴി എൻ്റെ മുമ്പിൽ തുറക്കുമെന്ന്. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഒരു മാർഗം എനിക്ക് കിട്ടുമെന്ന്. അത് അല്ലാഹു അയാൾക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ അയാളിൽ ഉണ്ടാകേണ്ട യോഗ്യത എന്താണ്? വിരോധങ്ങൾ അയാൾ ചെയ്യരുത്, റബ്ബിന് പൊരുത്തമില്ലാത്തത് അയാൾ ചെയ്യല്ലേ, അല്ലാഹു കൽപ്പിച്ച വാജിബാത്തുകളിൽ വീഴ്ച വരുത്തരുത്. അയാൾ ഓരോ നിമിഷങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എൻ്റെ റബ്ബിന് എതിർപ്പുള്ള കാര്യം ഞാൻ ചെയ്യുന്നുണ്ടോ? ഇതുപോലെ ഒരു വഴി, ആ വഴിയിൽ നിറയെ മുള്ളുകളുണ്ടെന്ന് സങ്കല്പിച്ചോ, അതല്ലെങ്കിൽ ഇഴജന്തുക്കളുണ്ടെന്ന് സങ്കല്പിച്ചോ. അതിലൂടെ നമ്മൾ നടക്കുമ്പോഴെങ്ങനെയാണ് നമ്മൾ നടക്കുക? എൻ്റെ കാലിൽ മുള്ള് തറക്കുമോ? ഓരോ കാലടിയും വെക്കുമ്പോഴവൻ ചിന്തിക്കും, മുള്ള് തറക്കുമോ, ഇഴജന്തുക്കൾ ഉപദ്രവിക്കുമോ? വളരെ സൂക്ഷിച്ചല്ലേ ഓരോ കാലടികളും വെക്കുകയുള്ളൂ. അതുപോലെ ഈ ദുനിയാവിൽ അങ്ങനെ സൂക്ഷ്മതയോടെ ജീവിച്ചാൽ വയർസുഖുഹു, അവൻ അല്ലാഹു റിസ്ക് കൊടുക്കുന്നു. മിൻ ഹൈസു ലാ യഹ്തസിബു, വിചാരിക്കാത്ത നിലക്ക്. നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞു അല്ലാഹ്. എന്താ ഉദാഹരണം എന്നറിയോ? ഒരു ആ നാട്ടുകാർക്ക് ദാരിദ്ര്യമുണ്ടായി, ആ നാട്ടുകാർക്ക് അല്ലാഹു റിസ്ക് കൊടുത്തില്ല. അതിനുള്ള കാരണം അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലെ 96-ാമത്തെ വചനമാണ്. ആ നാട്ടുകാരെ സംബന്ധിച്ച് അല്ലാഹ് ഇങ്ങനെയാ പറഞ്ഞത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർളി വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ, ആ നാട്ടുകാർ വിശ്വസിക്കുകയും വത്തഖൗ, സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം,
അവർക്ക് നാം തുറന്നു കൊടുക്കുമായിരുന്നു. ബറകാത്തിൻ മിനസ്സമാഇ വൽ അർള്, ഭൂമികളിൽ നിന്ന്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് നാം തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ വ്യാജമാക്കിയല്ലോ, പക്ഷേ അവർ തള്ളിക്കളഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അല്ലാഹ് അവരെ പിടിച്ച് ശിക്ഷിക്കുകയാണ് ചെയ്തത്. തഖ്വയില്ലാത്തത് കൊണ്ട്, അല്ലേ, സൂക്ഷ്മതയില്ലാത്തത് കൊണ്ട് അള്ളാഹു അവർക്ക് ബറക്കത്ത് കൊടുത്തില്ല, അവർക്ക് അനുഗ്രഹം കൊടുത്തില്ല. പക്ഷേ അവർക്ക് സൂക്ഷ്മതയുണ്ടാകുമായിരുന്നെങ്കിൽ, അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹ് അവർക്ക് അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും തുറന്നു കൊടുക്കുമായിരുന്നു. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്തൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും അവിടെ അള്ളാഹിൻ്റെ സഹായം കിട്ടണോ, അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ പരിഗണന വേണോ, ബറക്കത്ത് വേണോ, എന്ത് വേണം? സൂക്ഷ്മത വേണം, സൂക്ഷ്മത വേണം, തഖ്വ വേണം. പക്ഷേ ഇബ്ലീസ് അവിടെ വല്ലാതെ കളിക്കും, ശൈത്താൻ അവിടെ വല്ലാതെ കളിക്കും. അവൻ നമ്മുടെ മനസ്സിലേക്കൊരു ചിന്ത ഇട്ടു തരും. എന്ത്? മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക? മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നാൽ കാര്യങ്ങൾ നടക്കൂല. അതുകൊണ്ട് കച്ചവടം, നമ്മുടെ കടയിൽ എന്ത് വേണ്ട? ദീനൊന്നും വേണ്ട. കട വിട്ട് പള്ളിയിൽ പോകുമ്പോൾ ദീന് മതി, അല്ലേ? ജോലി തൽക്കാലം ഒന്ന് കണ്ണ് ചിമ്മാണ്ട എങ്ങനെയാ അപ്പം ഇന്ന് കാര്യങ്ങൾ നടക്കുക? ഇന്നൊക്കെ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചിട്ട് എങ്ങനെയാണ് ഒരു കച്ചവടം ചെയ്യുക, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ജോലി ചെയ്യുക? ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഈ നിലക്കുള്ള ചിന്ത ഇട്ട് തരും. പക്ഷേ 90% ആളുകളും ഇതിൽ വഞ്ചിതരാകും. അങ്ങനെ ഹറാമ് ചെയ്യും, തോന്നിവാസം ചെയ്യും, ഇസ്ലാമിൻ്റെ മര്യാദ പാലിക്കൂല, തഖ്വയിൽ നിന്ന് അകന്ന് ജീവിക്കും, തോന്നിയതുപോലെ കാശുണ്ടാക്കാൻ ശ്രമിക്കും. അപ്പം എന്താ ഉണ്ടാവാറ്? കുറച്ചു കാലം അവൻ്റെ പൈസക്ക് എങ്ങനെ നിലനിൽക്കും, ആളുകൾക്ക് അങ്ങനെ അമ്പരപ്പൊക്കെ ഉണ്ടാവും. ഓ, തിരക്കിടില്ലട്ടോ, എന്തൊരു ലാഭമാണ് ആ ചങ്ങാതിക്ക്, എന്തൊരു സമ്പത്താവൻ്റെ കയ്യിലുള്ളത്, നല്ല കച്ചവടമാണല്ലോ ആ കടയിലുള്ളത് എന്നൊക്കെ അങ്ങനെ തോന്നിപ്പോവും. പക്ഷേ അതിന് സ്ഥിരതയുണ്ടാകില്ല. അതേതുപോലെയാണെന്നോ, വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന കുമിള പോലെയാണ്. എന്താണ് ആ കുമിളയുടെ പ്രത്യേകത? അതിങ്ങനെ വലുതാകും. വലുതാകുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ വലുതായി വലുതായി, അതിങ്ങനെ വളർന്ന് വളർന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതങ്ങ് പൊട്ടിപ്പോകും. നോക്കൂ, ഖുർആൻ സുന്ദരമായ ഒരു ഉദാഹരണം അതിന് നമുക്ക് പറഞ്ഞു തന്നു. ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ഉദാഹരണം കേട്ടോ. സൂറത്തുർ റഅദ് പരിശോധിച്ചോ, 17-ാമത്തെ വചനം. എന്താ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന, ഇങ്ങനെ ബാത്തിലിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സംഗതികളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? അതിനുള്ള ഉദാഹരണം അള്ളാഹ് പറഞ്ഞത് അതൊരു നുരയും പതയുമാണ്, അതിന് സ്ഥിരത ഉണ്ടാവൂല കേട്ടോ. അൻസല മിനസ്സമാഇ മാഅൻ ഫസാലത് ഔദിയതും ബിഖദരിഹാ ഫഹ്തമല السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال أنزل من السماء ماء വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് മഴ വർഷിച്ചു. അങ്ങനെ ഫസാലത്ത് ഔദിയത്തും ബിഖദരിഹാ, മഴ പെയ്തപ്പോൾ താഴ്വരകളിലൊക്കെ വെള്ളം നിറയാൻ തുടങ്ങി. ഉറക്കം വരുന്നുണ്ടായിരിക്കെങ്കിലും അല്ലല്ലോ. താഴ്വരകളിലൊക്കെ എന്താക്കാൻ തുടങ്ങി? വെള്ളം നിറയാൻ തുടങ്ങി. വെള്ളം നിറഞ്ഞിട്ട് താഴ്വരകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അങ്ങനെ ആ ഒഴുക്കിൽ ആ ഒഴുക്കിങ്ങനെ വഹിച്ചു വരുന്നു പൊങ്ങി നിൽക്കുന്ന നുരകൾ. വെള്ളത്തിൻ്റെ മേലെ നിറയെ നുരകളുണ്ട്. അങ്ങനെ ഭയങ്കര മലവെള്ളം വരികയാണ്, ഭയങ്കര വെള്ളം വരികയാണ്. ഇതേപോലെ അല്ലാഹ് പറയാണ് വമിമ്മാ യൂഖിദൂന അലൈഹി ഫിന്നാർ, അതുപോലെ മനുഷ്യന്മാർ കത്തിക്കാറുണ്ടല്ലോ ചില സന്ദർഭങ്ങളിൽ. ഇബ്തിഗാഅ ഹില്യത്തിൻ ഔ മതാഇൻ, ആഭരണങ്ങളോ വീട്ടുപകരണങ്ങളോ ഇരുമ്പൊക്കെ, ഇരുമ്പിലിങ്ങനെ കത്തിക്കുമ്പോൾ ആ ഇരുമ്പും ആഭരണങ്ങളും സ്വർണവുമൊക്കെ തീയിലിങ്ങനെ കത്തിക്കുമ്പോൾ സബദും മിസ്ലഹു, ഇതുപോലെയുള്ള നുര പൊങ്ങാറില്ലേ? ഇങ്ങനെ ഈ നുര പൊങ്ങുമ്പോൾ
കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ഖ വൽ ബാത്തിൽ, ഇങ്ങനെയാണ് അല്ലാഹു ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹ് പറയാണ് ഫഅമ്മസ്സബദു ഫയദ്ഹബു ജുഫാആ, ആ നുരയൊക്കെ, ആ പൊങ്ങി നിൽക്കുന്ന നുരകളൊക്കെ ചവറുകളായി നീങ്ങിപ്പോകും. വഅമ്മാ മാ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് ഫയംകുസു ഫിൽ അർള്, ഭൂമിയിൽ തങ്ങി നിൽക്കുകയല്ലേ ചെയ്യാറുള്ളത്. കദാലിക യദ്രിബുല്ലാഹുൽ അംസാൽ, അപ്രകാരമാണ് അല്ലാഹു ഉപമകളെ വിശദീകരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ആ വെള്ളപ്പൊക്കം ഇങ്ങനെ വരുമ്പോൾ നൊരയും പതിയായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ആ വെള്ളമൊക്കെ പോവും, അതൊന്നും പിടിച്ചു നിൽക്കൂല. പിന്നെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതേ കാലികൾക്കും മനുഷ്യന്മാർക്കൊക്കെ പ്രയോജനമാവുള്ളൂ. അതേപോലെ തീയിലിങ്ങനെ ആഭരണങ്ങളും ഇരുമ്പൊക്കെ കത്തിച്ച് അത് ശരിയാക്കുമ്പോൾ അതിലിങ്ങനെ പൊങ്ങി നിൽക്കുന്ന നുര കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവാറില്ല. അതൊക്കെ അവിടെ അടങ്ങിപ്പോവും, അതൊക്കെ ചവറായി പോകും. പിന്നെ ആ തീയിൻ്റെ അടിഭാഗത്ത് അവശേഷിക്കുന്ന ലോഹം, അത് ഇരുമ്പാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും അതല്ലേ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതേപോലെ ചിലപ്പോൾ ബാത്തിലിങ്ങനെ നുര പൊങ്ങി വരും, അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല, അതൊന്നും നിലനിൽക്കുകയില്ല. ഹക്ക് എപ്പോഴും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിലക്ക് അല്ലാഹു ആകാശത്ത് നിന്ന് വർഷിപ്പിച്ച മഴ ഭൂമിയിൽ തങ്ങി നിൽക്കുമ്പോഴല്ലേ മനുഷ്യന്മാർക്ക് കുടിക്കാൻ പറ്റുകയുള്ളൂ, കാലികൾക്ക് ഉപയോഗപ്രദമാവുകയുള്ളൂ. അതുകൊണ്ട് ആരും ബാത്തിലായ നിലക്ക് വല്ലതുമൊക്കെ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അതിന് നിലനിൽപ്പുണ്ടാകുമെന്ന് വിചാരിക്കേണ്ടതില്ല. ആർക്കെങ്കിലും ബാത്തിലായ നിലക്ക് ചില സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുമെന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. എല്ലാ ഹക്കിനെയും ബാത്തിലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് വിശദീകരിച്ചത്. അതുകൊണ്ട് ഇസ്ലാം പറയാണ് തഖ്വ വേണം, ഉപജീവന മാർഗത്തിൽ തഖ്വ വേണം, എങ്കിലേ അല്ലാഹുവിൻ്റെ ബറക്കത്ത് കിട്ടുകയുള്ളൂ. ഒന്നാമത്തെ കാരണം വിശദീകരിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമതായി പറഞ്ഞ സംഗതി എന്താണെന്നറിയോ? നമ്മുടെ റിസ്ക്കിൽ നമുക്ക് ബർക്കത്ത് വേണമെങ്കിൽ എപ്പോഴും നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. മാത്രമല്ല ആ ദുആയുടെ കൂടെ നമുക്കുണ്ടാകേണ്ട യോഗ്യതയാണ് പാപമോചനം. നിരന്തരമായി റബ്ബിനോട് പാപമോചനം തേടുക എന്നത്. ഒരു സത്യവിശ്വാസി എപ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. അതുകൊണ്ട് അവൻ ഒരുപാട് നേട്ടമുണ്ട്. അവൻ്റെ പാപം പൊറുക്കപ്പെടും എന്ന് മാത്രമല്ല, ഈ ദുനിയാവിലുള്ള പല ക്ലേശങ്ങൾക്കും ഇസ്തിഗ്ഫാർ പരിഹാരമാണ്, പ്രാർത്ഥന പരിഹാരമാണ്. അതുകൊണ്ട് റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. പ്രാർത്ഥനയുടെ പര്യായമായ സഹായതേട്ടവും അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ. അത് ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാനമാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, നിങ്ങൾ വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ആ പ്രാർത്ഥിക്കുമ്പോൾ റിസ്ക്കിൻ്റെ മേഖലയിൽ വല്ല പ്രയാസവും സാമ്പത്തികമായ വല്ല വിഷമവും ബാധിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അതല്ലെങ്കിൽ ജീവിതത്തിൽ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ, നമ്മൾ മുമ്പ് വിശദീകരിച്ച കാര്യമാണ്. അത് കിട്ടിയെങ്കിൽ കിട്ടട്ടെ എന്ന നിലക്കല്ല, എൻ്റെ റബ്ബെനിക്ക് തരും എന്ന ദൃഢബോധ്യത്തോടെ അള്ളാഹിനോട് നമ്മൾ ചോദിക്കണം. എൻ്റെ രക്ഷിതാവ് എനിക്ക് തരാതിരിക്കുകയില്ല, അവൻ്റെ വാഗ്ദാനമല്ലേ, അതവൻ പാലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ റബ്ബെനിക്ക് തരുമെന്ന ദൃഢബോധ്യത്തോടെ അള്ളാഹിനോട് ചോദിച്ചാൽ അല്ലാഹ് തരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾ ഒരിക്കൽ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു സംഭവം കേട്ടോ. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വഹീഹ് അബൂദാവൂദിൽ കാണാം, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ അൽ മസ്ജിദ, അല്ലാഹുവിൻ്റെ റസൂൽ പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ ഫഇദാ ഹുവ ബിറജുലിൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു സഹോദരൻ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. യുഖാലു ലഹു അബൂ ഉമാമ, അബൂ ഉമാമ എന്നാണ് ആ സഹാബിയുടെ പേര്. അൻസാരികളിൽപ്പെട്ട സഹോദരൻ ജാലിസൻ ഫീഹി, പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫഖാല, റസൂലുള്ളാഹി ചോദിച്ചു, യാ അബാ ഉമാമ, അല്ല അബൂ ഉമാമ, മാലി ജാലിസൻ ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖ്തി സ്വലാത്തിൻ, നമസ്കാരത്തിൻ്റെ സമയമല്ലാത്ത ഈ സമയത്ത് എന്താണ് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തേ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കാൻ കാരണം? അപ്പോൾ സ്വഹാബി പറയാണ്, റസൂലേ ഹുമൂമുൻ, ഇനി അടിവരയിട്ടോ, റസൂലേ ഹുമൂമുൻ ലസിമത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരേ, എനിക്ക് മനക്ലേശമുണ്ട് നബിയേ, മനസ്സിനൊരു സമാധാനവുമില്ല, എൻ്റെ മനസ്സിനാകെ ഒരു ജാതി ഒരു നിലക്കുള്ള പ്രയാസമാണ്. മാത്രമല്ല വദുയൂനുൻ, എനിക്കൊരുപാട് കടബാധ്യതകളുമുണ്ട് യാ റസൂലല്ലാഹ്.
എനിക്ക് ടെൻഷൻ എന്നുണ്ട്, മാത്രല്ല കടബാധ്യത സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ റസൂല് പറയാണ്, അഫലാ ഉഅല്ലിമുക കലാമൻ, ഞാൻ നിനക്കൊരു വാചകം പഠിപ്പിച്ചു തരട്ടെയോ, ഇദാ ഖുൽതഹു, നീ അത് പറയുകയാണെങ്കിൽ, അദ്ഹബല്ലാഹു അസ്സ വജൽ ഹമ്മക, നിന്റെ മനക്ലേശം അല്ലാഹു നീക്കിത്തരും, വഖലാ അൻക ദൈനക, നിന്റെ കടം അല്ലാഹു വീട്ടിത്തരും. ഫഖാല, ഉടൻ തന്നെ സ്വഹാബി പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ പറയൂ നബിയേ. ഉടൻ തന്നെ റസൂല് പറയാണ്, ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത, രാവിലെ ആയാലും വൈകുന്നേരമായാലും എല്ലാ ദിവസവും ഇനി പറയുന്ന പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചോളണം. റസൂല് പറയാൻ തുടങ്ങുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുവേ മനോദുഃഖത്തിൽ നിന്നും ടെൻഷനിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. വ അഊദു ബിക മിനൽ അജ്സി വൽ കസലി, അശക്തിയിൽ നിന്നും ആലസ്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. വ അഊദു ബിക മിനൽ ബുഖ്ലി വൽ ജുബ്നി, ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹ്രിർ റിജാൽ, കടം എൻ്റെ മേൽ കുമിഞ്ഞുകൂടിയാൽ ഞാൻ പ്രയാസപ്പെടുമില്ലേ അല്ലാ, അതുകൊണ്ട് കടം കുമിഞ്ഞുകൂടുന്നതിൽ നിന്നും, അങ്ങനെ കടം കുമിഞ്ഞുകൂടിയിട്ട് ആളുകൾ വന്നിട്ട് എന്നെ പിടിച്ച് എൻ്റെ മേൽ ഇങ്ങനെ അധികാരം സ്ഥാപിക്കുന്ന ഒരവസ്ഥ വന്നാൽ അല്ലാ സഹിക്കവയ്യ. അതുകൊണ്ട് വഖഹ്രിർ റിജാൽ, ആളുകൾ എൻ്റെ മേൽ അഭയം, ആളുകൾ എൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇത് റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് കേട്ട സഹാബി പറയുകയാണ്, ഫഖുൽതു ദാലിക, ഞാനത് രാവിലെയും വൈകുന്നേരവും എന്നും പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴെന്തുണ്ടായി എന്നോ, ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മീ, എൻ്റെ മനക്ലേശം അല്ലാഹു നീക്കിക്കളഞ്ഞു. വഖലാ അന്നീ ദൈനി, എൻ്റെ കടം അല്ലാഹു വീട്ടി തന്നു. പ്രാർത്ഥനയുടെ ഫലമാണത്, പ്രാർത്ഥനയുടെ ഫലമാണത്. അതുകൊണ്ട് ചിന്തിച്ചോ, അദ്ദുആഉ വൽ ഇസ്തിഗ്ഫാറു, പ്രാർത്ഥന നിരന്തരമായി വേണം, ഇസ്തിഗ്ഫാർ നിരന്തരമായി ജീവിതത്തിൽ വേണം. നോക്കൂ, മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത് കേട്ടോ, വബിൽ ഇസ്തിഗ്ഫാരി, പാപമോചനം തേടിയാൽ, ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ, തുസ്തംതറുൽ ബറകാത്ത്, അനുഗ്രഹങ്ങൾ വർഷിക്കും. വയൻസിലുൽ ഗൈസോ, മഴ, അഥവാ വയൻസിലുൽ ഗൈസ്, മഴ അതാ ഇറങ്ങും. വയക്സുറുൽ മാലു, ധനം വർദ്ധിക്കും. വൽ ബനൂന, സമ്പത്തും സന്താനങ്ങളും അധികമുണ്ടാകും. എന്ത് വേണം? എന്നും ഇസ്തിഗ്ഫാർ വേണം, അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. അത് നിസ്കാരം കഴിഞ്ഞാൽ 3 തവണ പറഞ്ഞാൽ പോരാ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്തിഗ്ഫാർ വേണം. അല്ലാഹുവിൻ്റെ റസൂൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഒരു ദിവസത്തിൽ വ ഇന്നി ല അസ്തഗ്ഫിറു, ഞാൻ ഇസ്തിഗ്ഫാറിനെ ചോദിക്കാറുണ്ട്, ഞാൻ തൗബ ചെയ്യാറുണ്ട്. ഫിൽ യൗമി, ഒരു ദിവസത്തിൽ 100 തവണയിലധികം, അതല്ലെങ്കിൽ 70-ലധികമൊക്കെ ഞാൻ ഇസ്തിഗ്ഫാറിനെ ചോദിക്കാറുണ്ട്. നോക്കൂ, പാപസുരക്ഷിതനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുന്ന് ഒരു ദിവസത്തിൽ 100-ലധികം തവണ ഇസ്തിഗ്ഫാറിനെ ചോദിക്കാറുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എത്രയാണ്. അതുകൊണ്ട് രാവിലെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, വൈകുന്നേരം സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലെല്ലാം ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കിക്കോ. അല്ലാഹ് റിസ്ക് തരാൻ അത് കാരണമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താ? നിങ്ങൾ ഒരാൾ പാപം ചെയ്തു, ജീവിതത്തിൽ പാപം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇസ്തിഗ്ഫാറില്ല എങ്കിൽ അയാൾക്ക് അല്ലാഹ് കൊടുക്കാനുള്ള റിസ്ക് തടഞ്ഞു വെക്കും കേട്ടോ. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നർ റജുല, അടിവരയിട്ടോ, ശരിക്ക് ശ്രദ്ധിച്ചോ, ഇത് നമ്മളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നർ റജുല, ഒരു മനുഷ്യൻ, ലയഹ്റുമു, ഹറാം ചെയ്യുമ്പോൾ, അല്ല, ഇന്നർ റജുല, ഒരു മനുഷ്യൻ, ലയഹ്റുമു റിസ്ഖ, അയാൾക്ക് റിസ്ക് ഹറാമാക്കപ്പെടും, തടഞ്ഞു വെക്കപ്പെടും. ബിദ്ദംബി യുസീബുഹു, അയാൾ ചെയ്യുന്ന തെറ്റ് കാരണം, അയാൾ ചെയ്യുന്ന തോന്നിവാസം കാരണം അയാളുടെ റിസ്ക് അയാൾക്ക് തടഞ്ഞു വെക്കപ്പെടാൻ അത് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ടൈറ്റ് വരാനുള്ള കാരണം എന്താ? പാപം കൂടിയാൽ റിസ്ക് തടയപ്പെടും, ബർക്കത്ത് കിട്ടൂല. മാത്രമല്ല, നിങ്ങൾ നോക്ക്, മഹാനായ നൂഹ് അലൈഹിസ്സലാം വന്നിട്ട് തൻ്റെ ധിക്കാരികളായ ജനസമൂഹത്തോട് പറഞ്ഞ വർത്താനം എന്താ?
സൂറത്ത് നൂഹ് എടുത്ത് പരിശോധിച്ച് നോക്ക്, അവിടെ കാണാം ധിക്കാരികളായ ജനങ്ങളോട് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണേ ജനങ്ങളെ, അവനേറെ പൊറുത്തു തരുന്നതാണ്, നിങ്ങൾക്കേറെ പൊറുത്തു തരുന്ന റബ്ബാണ്. പൊറുത്തു തരിക മാത്രമല്ല, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് മഴയില്ലാതെ ക്ഷാമമുണ്ടാകില്ല, നിങ്ങൾക്കെന്നും ക്ഷേമമുണ്ടാകും. വാനലോകത്ത് നിന്ന് സുഭിക്ഷമായി മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുകും ബി അംവാലിൻ വബനീൻ, സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അല്ലാഹ് നിങ്ങളെ സഹായിക്കും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ, അവൻ നിങ്ങൾക്ക് തോട്ടങ്ങളെ ഉണ്ടാക്കിത്തരും, നിങ്ങൾക്ക് അവൻ നദികളെ ഒഴുക്കിത്തരും. ഇതൊക്കെ പറഞ്ഞിട്ടും ആ ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നൂഹ് അലൈഹിസ്സലാം ചോദിക്കുകയാണ്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, എന്തേ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനൊരു ഗാംഭീര്യം നൽകുന്നില്ലല്ലോ, റബ്ബിനൊരു പരിഗണന നൽകുന്നില്ലല്ലോ, നിങ്ങൾ ഈ അവഗണന സ്വഭാവം ശരിയല്ല ജനങ്ങളെ. അവിടെ പറഞ്ഞു തുടങ്ങിയത് എന്താണ്? ഇസ്തിഗ്ഫാർ നിങ്ങൾ ചോദിച്ചോ, പൊറുത്തു തരിക മാത്രമല്ല, വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് മഴ വർഷിക്കും, ഭൂമിയിൽ സസ്യലതാദികൾ വളരും, സമ്പത്ത് അധികരിപ്പിച്ചു തരും, മക്കളെ ധാരാളം തരും, ഈ ദുനിയാവിൽ സുഭിക്ഷത തരാൻ ഇസ്തിഗ്ഫാർ കാരണമാണ്. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് അറിയോ? കേട്ടോ, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, മൻ ലസിമ, ശരിക്കും മനസ്സിലാക്കണം, മൻ ലസിമ, ഒരാൾ അനിവാര്യമാക്കിയൽ ഇസ്തിഗ്ഫാറ, എന്നും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു ഒരാൾ, എങ്കിൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ, എല്ലാ വിഷമത്തിൽ നിന്നും അല്ലാഹു പോം വഴി നൽകുന്നു. വമിൻ കുല്ലി ഹമ്മിൻ ഫറജാ, എല്ലാ ദുഃഖത്തിൽ നിന്നും അല്ലാഹു ഒരു ആശ്വാസം നൽകുന്നു. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബു, വിചാരിക്കാത്ത നിലക്ക് അവൻ അല്ലാഹു റിസ്ക് കൊടുക്കുന്നു. രണ്ട് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വയല് കേട്ടാ പോരാ, രണ്ട് കാരണങ്ങൾ പറഞ്ഞു. ഒന്ന് തഖ്വ, രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ. ബർക്കത്ത് കിട്ടണമെങ്കിൽ ഒന്ന് തഖ്വ, രണ്ടാമത് ഇസ്തിഗ്ഫാർ. ഇനി മൂന്നാമത്തേത് കേട്ടോ, അസ്സിദ്ഖു ഫിൽ മുആമലാത്ത്, നമ്മൾ എന്ത് ഇടപാട് നടത്തുന്നുവെങ്കിലും അതിൽ സത്യസന്ധത വേണം. എന്ത് ഇടപാട് നടത്തുകയാണെങ്കിലും സത്യസന്ധത വേണം. നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങി എന്ന് വിചാരിച്ചോ, കടം വാങ്ങിയപ്പോൾ കൃത്യ ഡേറ്റിന് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ തരാമെന്ന് പറയുകയല്ല വേണ്ടത്. എനിക്ക് ആ ഡേറ്റിന് തരാൻ കഴിയില്ല, അതുകൊണ്ട് അവധി നീട്ടിത്തരണേ എന്ന് പറഞ്ഞിട്ട് ആ വാക്കിൽ പോലും സത്യസന്ധത വേണം, ആ വാക്കിൽ പോലും സത്യസന്ധത പുലർത്തണം. അതല്ലാതെ തരാമെന്ന് പറഞ്ഞ് വഞ്ചിക്കുന്ന സമീപനം അത് നമ്മുടെ സമീപനമല്ല, അത് ഈമാനുള്ളവരുടെ സ്വഭാവമല്ല. ഇനി കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരനാണെങ്കിൽ തൻ്റെ കസ്റ്റമേഴ്സിനോട് വഞ്ചന പാടില്ല. ഒരു സാധനം വിൽക്കുമ്പോൾ ന്യൂനതയുണ്ടെങ്കിൽ പറഞ്ഞോളണം, ഇത് ഇന്ന ന്യൂനതയുണ്ട്, നോക്കിയിട്ടെടുത്താൽ മതി, ഇന്ന ന്യൂനത ഈ സാധനത്തിനുണ്ട്, ഇന്ന തകരാറ് ഇതിനുണ്ട്, ഇത് തഖ്ലീദ്, ഇത് യഥാർത്ഥത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ഒറിജിനലാണ്, അതല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ എന്ന നിലക്ക് വിൽക്കുകയല്ല. കച്ചവടത്തിൽ സത്യസന്ധത വേണം, ഇല്ലെങ്കിൽ ഇടപാടിൽ സത്യസന്ധത വേണം. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത്? ഒരുപക്ഷെ സമ്പത്ത് കുറച്ചധികം കിട്ടും, നിലനിൽക്കൂല. കിട്ടൽ ഒരുപാട് കിട്ടൂല എന്ന് പറയാൻ കഴിയില്ല. ഇസ്ലാം അത് പറയുന്നില്ല, കിട്ടും, ധാരാളം കിട്ടും, പക്ഷേ അത് കുമിള പോലെയാണ്, അതിന് നിലനിൽക്കുകയില്ല. അതല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇൻ സ്വദഖാ, രണ്ടുപേരിങ്ങനെ, ഒരാൾ കച്ചവടക്കാരനാണ്, മറ്റേ ആൾ കസ്റ്റമറാണ്. ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ രണ്ടുപേരും സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ, വബയ്യനാ, കാര്യങ്ങൾ വിശദീകരിച്ചിട്ടാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ, ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അവരുടെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കും. എന്നാലോ വഇൻ കദബാ, കളവാണ് പറഞ്ഞതെങ്കിൽ, വകതമ, ചില ന്യൂനതയുണ്ട്, അത് മറച്ചു വെച്ചാണ് കച്ചവടം ചെയ്തതെങ്കിൽ, മുഹിക്കത്തു ബറക്കത്തു ബൈഇഹിമാ, അവരുടെ കച്ചവടത്തിലെ ബറക്കത്ത് അല്ലാഹു നീക്കിക്കളയുന്നു. പിന്നെ അവന് റിസ്ക് കിട്ടിയെന്നേ ഉള്ളൂ, അതിൽ ബറക്കത്ത് കിട്ടിയില്ല, അത് നിലനിൽക്കൂല, അവൻ്റെ ഉപകാരം നടക്കൂല. വന്ന പോലെ ഒരുപക്ഷെ അത് തിരിച്ചു പോകാം, അതല്ലെങ്കിൽ അടുത്ത കച്ചവടത്തിൽ പൊട്ടാം. അതൊക്കെ സാധ്യതകൾ ഏറെയുണ്ട്. അതുകൊണ്ട് മൂന്നാമത് പറഞ്ഞത് സത്യസന്ധത വേണം.
നമ്മൾ പറഞ്ഞാൽ പോരാ. സത്യസന്ധത വേണം, അതിൻ്റെ ഗുണം നമുക്കേ കിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ഗുണം നമുക്കാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ ദോഷം നമുക്കാണ്. അള്ളാൻ്റെ അടുത്ത് വേറെ ശിക്ഷ കിട്ടും ചെയ്യും, ബറക്കത്ത് കിട്ടൂല. 3 ഞാൻ പറഞ്ഞു. ഇനി 4-മത് ഇസ്ലാം പറയുന്നു, നമുക്ക് റിസ്ക്കിൽ ബറക്കത്ത് വേണോ? നമ്മളുമായി രക്തബന്ധമുള്ളതാരൊക്കെയാണോ അവരോടൊക്കെ നമ്മൾ ബന്ധം പുലർത്തണം. എനിക്ക് ഞാനും എൻ്റെ കുട്ടികളും, ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ കുട്ടികളും, അതിലപ്പുറം ആരെയും ചിന്തയില്ല, മറ്റൊന്നും ഞാൻ ചിന്തിക്കൂല എന്ന നിലക്ക് പ്രത്യേകിച്ച് ഗൾഫുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ പലപ്പോഴും നമുക്ക് വിളക്കാൻ ചാൻസ് ഇല്ലാതെ പോകുന്നു, അത് വേറെ വിഷയമാണ്. എന്നാൽ പലപ്പോഴും തെറ്റിദ്ധാരണയുടെ പേരിൽ ബന്ധം മുറിക്കുന്നവരാണ് പ്രവാസികളിൽ അധികവും. അതുകൊണ്ട് സൂക്ഷിച്ചോ. ഉപജീവനത്തിന് വേണ്ടി ഈ പൊള്ളുന്ന സൂര്യൻ്റെ താഴെ ഈ മണലാരണ്യത്തിൽ കഷ്ടപ്പെടുമ്പോൾ ഓർത്തോ, ഇവിടെയുള്ള ജോലി കൊണ്ട് മാത്രം, ഇവിടെയുള്ള ബിസിനസ് കൊണ്ട് മാത്രം റിസ്ക്കിൽ, ഉപജീവനത്തിൽ ബറക്കത്ത് കിട്ടുകയില്ല. മറിച്ച് ബന്ധമുള്ളതാരാണോ നമ്മുടെ രക്തബന്ധുക്കൾ, അവരോട് നല്ല നിലക്ക് വർത്തിക്കണം, അവരോടുള്ള ബന്ധം നന്നാക്കണം. അവസരങ്ങളുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കണം, അവർ പാവപ്പെട്ടവരാണെങ്കിൽ അവരെ സഹായിക്കണം. അങ്ങനെ അവരോടുള്ള ബന്ധം നമ്മൾ നിലനിർത്തേ പറ്റുകയുള്ളൂ. ഇങ്ങോട്ടൊരു പക്ഷേ ബന്ധം മുറിച്ചാൽ പോലും കുടുംബ ബന്ധമുള്ളവനോട് ബന്ധം മുറിക്കാൻ നമുക്ക് അവകാശമേ ഇല്ല. എന്നാൽ ഹക്കിൻ്റെ മാർഗത്തിൽ കുടുംബ ബന്ധമുള്ളവൻ തെറ്റ് ചെയ്താൽ അവരെ ന്യായീകരിക്കാനും പാടുള്ളതല്ല. അതും നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഹറാമായ ഒരു കാര്യത്തിന് വേണ്ടി കാശ് ചോദിക്കുന്നു, അതെൻ്റെ കുടുംബക്കാരനല്ലേ എന്ന നിലക്ക് അവനെ സഹായിക്കാൻ വകുപ്പില്ല. ഇനി അടുത്ത ബന്ധമുള്ളവനാണ്, പക്ഷേ അവൻ്റെ കയ്യിൽ ന്യായമില്ലെങ്കിലോ നീതിയില്ലെങ്കിലോ അവനെ ന്യായീകരിക്കാനും നമ്മൾ നിൽക്കേണ്ടതില്ല. അതല്ലേ അല്ലാഹ് പറഞ്ഞത്, വലൗ കാന ദാ ഖുർബാ, അടുത്ത ബന്ധമുള്ളവനാണെങ്കിലും നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷികളാകണേ. അതാണ് ആദർശക്കരുത്തുള്ളവരുടെ ബാധ്യത. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഇങ്ങനെ ഈ ബന്ധം ഇങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള നേട്ടമല്ലേ നമ്മുടെ വിഷയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഹബ്ബ, ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി, അവൻ്റെ ഉപജീവനത്തിൽ വിശാലത വേണമെന്നും, വയുൻസ ലഹു ഫീ അഥരിഹി, അവൻ്റെ ആയുസ്സിൽ അവന് ദൈർഘ്യം കിട്ടണമെന്നും ദീർഘായുസ് കിട്ടണമെന്നും ചിന്തിക്കുന്നുവെങ്കിൽ, ഫൽയസിൽ റഹിമഹു, അവൻ്റെ കുടുംബ ബന്ധം അവൻ ചാർത്തട്ടെ. നിങ്ങൾ എന്തൊരു കൃത്യമാണ്, എന്തൊരു കൃത്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ത്? കുടുംബബന്ധം പുലർത്തിയാൽ, ചാർത്തിയാൽ, നല്ല നിലക്ക് വർത്തിച്ചാൽ, ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറിയാൽ, വാപ്പയോട് നല്ല സ്നേഹത്തോടെ വർത്തിച്ചാൽ, സ്നേഹജനങ്ങളോ അതല്ലെങ്കിൽ സ്നേഹബന്ധമുള്ള നമ്മുടെ അടുത്ത ബന്ധുക്കളോട് നല്ല നിലക്ക് വർത്തിച്ചാൽ, നമ്മുടെ സഹോദരിമാരോട്, സഹോദരന്മാരോട്, ഉമ്മയൊത്ത സഹോദരന്മാരോട്, സഹോദരിമാരോട് നല്ല നിലക്ക് വർത്തിച്ചാൽ, ആ സ്നേഹബന്ധവും ആ ബന്ധവുമൊക്കെ സ്വത്ത് വിഭജിക്കുന്നത് വരെയല്ല, അനന്തരാവകാശം വിഹിതിക്കുന്നത് വരെയല്ല, അവിടെ അടിച്ചു പിരിയേണ്ടവരല്ല, മറിച്ച് എപ്പോഴും നിലനിർത്താൻ കഴിഞ്ഞോ അവന് ദീർഘായുസ് അല്ലാഹ് കൊടുക്കും. ദീർഘായുസ് കിട്ടും, റിസ്ക്കിൽ വിശാലതയും കിട്ടും. ഇപ്പം എത്രയാണ് പറഞ്ഞത്? 4 പറഞ്ഞു കേട്ടോ. 1 തഖ്വ, 2 ദുആ ഇസ്തിഗ്ഫാർ, 3-മത്തെ സംഗതി ഇടപാടുകളിൽ സത്യസന്ധത വെച്ച് പുലർത്തുക, 4-മത്തെ സംഗതി കുടുംബബന്ധം ചാർത്തുക എന്നതാണ്. ഇനി നോക്കൂ നിങ്ങൾ, 5-മതായ ആ മേഖലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 5-മത്തെ സംഗതി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് സഹോദരന്മാരെ? 5 അൽ ഇഹ്സാനു ഇലൽ ദുഅഫാ. സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരായ ഒരുപാട് ആളുകളുണ്ട്. അവരെ കണ്ടില്ലെന്ന് നടിച്ചിട്ടുള്ള ഒരു ജീവിതം നമുക്ക് പാടില്ല. അവരോട് സ്നേഹം വേണം, അവരെ സഹായിക്കണം, അവരുടെ പ്രശ്നങ്ങളിൽ നമ്മളും പങ്കാളികളാകണം. അങ്ങനെ അവർക്ക് കരുണ ചെയ്യാൻ നമ്മൾ ഒരുക്കമാണോ എങ്കിലേ റബ്ബിൻ്റെ കരുണ നമുക്ക് കിട്ടുകയുള്ളൂ. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഇന്നമാ തുർസഖൂന വതുൻസറൂന ബിളുഅഫായിക്കും, നിങ്ങളിൽ ചില ദുർബലരുള്ളത് കൊണ്ടാണ്, പാവപ്പെട്ട സാധുക്കളായ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ, അവരെ പരിഗണിച്ചിട്ടാണ് അള്ളാഹിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടുന്നത്, റബ്ബിങ്കിൽ നിന്നുള്ള റിസ്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് പാവപ്പെട്ടവരെ അവഗണിച്ചാൽ അള്ളാഹ് നിങ്ങളെയും പരിഗണിക്കില്ല ജനങ്ങളെ. അതുകൊണ്ട് കഷ്ടത പറഞ്ഞു വരുന്നവനെ, ദുരിതം പറഞ്ഞു വരുന്നവനെ
കഴിയുന്നവനെ നിങ്ങൾ കഴിവിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സഹായിക്കണം. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കരുണ ചെയ്യുന്നവരോട് അള്ളാഹുവും കരുണ ചെയ്യുന്നു, റഹ്മാനായ റബ്ബും കരുണ ചെയ്യുന്നു. പക്ഷെ അതുമാത്രം നമ്മളോട് പറയാൻ പറ്റൂല, വേറെ എന്തും പറയാം. സാമ്പത്തിക ഇടപാടിൻ്റെ വിഷയം പറയാൻ പാടില്ല അല്ലേ? നമ്മുടെ സ്ഥിതി അങ്ങനെയല്ലേ? പൈസയുമായി ബന്ധപ്പെട്ട ഇടപാട്, അതല്ലാത്തത് എന്തും പറഞ്ഞോ മൗലവി, അത് മാത്രം നിങ്ങൾ പറയല്ലേ. ആ പൈസയെ തൊട്ടുള്ള കളി എനിക്ക് ബേജാറാണ്. അതുണ്ടോ, അള്ളാൻ്റെ സഹായം നമുക്ക് കിട്ടുകയില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതൊരു പ്രഭാതം ഇവിടെ പൊട്ടിവിടരുകയാണെങ്കിലും അതാ 2 മലക്കുകൾ വിളിച്ചു പറയുന്ന അതാ 2 വിളികളുണ്ട്. എന്തെന്നറിയുമോ? മാമിൻ യൗമിൻ, ഏതൊരു ദിവസമാകട്ടെ, യുസ്ബിഹുൽ ഇബാദു ഫീഹി, അടിമകൾക്ക് നേരം പുലരുമ്പോൾ എല്ലാ പ്രമാദത്തിലും ഇല്ലാ മലക്കാനി യൻസിലാനി, 2 മലക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ഫയഖൂലു അഹദുഹുമാ, അവരിൽ ഒരാൾ പറയുന്നു, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ. എന്താ പറഞ്ഞത്? അല്ലാഹുവേ, ചിലവഴിക്കുന്നവന് ഇനിയും നീ കൊടുക്കണേ. വയഖൂലുൽ ആഖറു, രണ്ടാമത്തെ ആൾ പറയുന്നു, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, അല്ലാഹുവേ, പിടിച്ചു വെക്കുന്ന ഒരാൾക്കും ഒന്നും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ഒരു സാധുവിനെയും സഹായിക്കാനുള്ള മനസ്സില്ലാത്തവനില്ലേ, അവൻ്റെ അടുക്കൽ ഉണ്ടായിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഒരു ഉപകാരവും അവന് നീ കൊടുക്കല്ല. അവനെ നശിപ്പിക്കണേ, അവൻ്റെ ധനം നശിപ്പിക്കണേ, നാശമല്ലാതെ അവന് കൊടുക്കല്ല. മലായികത്തുകളുടെ ദുആയാണ്. നോക്കൂ, അപ്പോൾ കൊടുത്തെങ്കിലേ അള്ളാന്റെ ബർക്കത്ത് കിട്ടുകയുള്ളൂ, പിടിച്ചു വെച്ചാൽ നാശമേ ഉണ്ടാകൂ. അപ്പോൾ ബർക്കത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? സാധുക്കളെ, ദുർബലരെ, പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്ഥിതി വേണം. 5. ഇനിയോ 6ാമത് പണ്ഡിതന്മാർ വിശദീകരിച്ചു, ശുക്റുല്ലാഹ്, അള്ളാഹുവിന് നന്ദി ചെയ്യലാണ്. അള്ളാഹ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ? ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുണ്ടാകണം. എത്ര കിട്ടിയാലും ഇല്ല, തികഞ്ഞില്ല, കിട്ടിയിട്ടില്ല എന്നതല്ല പറയേണ്ടത് അല്ലേ? ചില ആളുകളുടെ സ്വഭാവം നന്നായി കിട്ടും, എന്നാലും അവൻ്റെ പരാതി തീരുകയില്ല. എനിക്കൊന്നുമില്ല, എനിക്ക് കഷ്ടപ്പാടാണ്, അവിടെ കടമാണ്, ഇവിടെ ബാധ്യതയാണ്. പക്ഷേ അവൻ്റെ മനസ്സവനോട് പറയുന്നുണ്ട് അൽഹംദുലില്ലാ. പക്ഷേ ആ കിട്ടിയതിനൊരു നന്ദിയില്ല, കിട്ടിയതിനൊരു നന്ദിയുള്ള മനസ്സില്ല. അതല്ല വേണ്ടത്. മറിച്ച് അൽഹംദുലില്ലാ, എന്നേക്കാൾ കഷ്ടപ്പെടുന്നവരെത്രയാണുള്ളത്, അവരെ അപേക്ഷിച്ച് ഞാൻ എത്ര ഭാഗ്യവാനാണ്, റബ്ബ് എത്രയാണ് എനിക്ക് നിഅമത്ത് തന്നത്. അത് മാല് മാത്രമല്ല, ശരീരമാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും റബ്ബേ, ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. ഇതാ ഞാൻ അൽഹംദുലില്ലാ, എനിക്ക് ശാരീരികമായി ഒരു കുഴപ്പവുമില്ലല്ലോ. അങ്ങനെ കിട്ടിയതിനൊരു നന്ദിയുള്ള മനസ്സല്ലേ നമുക്ക് വേണ്ടത്. അല്ലാഹ് തന്നതിന്, നിഅമത്തിന്, അനുഗ്രഹത്തിന് നന്ദി ചെയ്താൽ അല്ലാഹ് പറയുന്നത് എന്താണെന്നറിയുമോ? വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. സൂറത്ത് ഇബ്രാഹിമിലുള്ള വചനമാണ്, ശ്രദ്ധിച്ചോ. അല്ലാഹ് പറഞ്ഞതറിയോ? വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിദാ പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശകർതും, നിങ്ങൾ നന്ദി ചെയ്താൽ, ലഅസീദന്നകും, നിങ്ങൾക്ക് അല്ലാഹു അധികരിപ്പിച്ചു തരും, വർദ്ധിപ്പിച്ചു തരും, ഉള്ളതിനേക്കാൾ അധികരിപ്പിച്ച് സിയാദത്ത് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എന്ത് വേണം? നന്ദി ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം. അപ്പം അത് മനസ്സിലാക്കുക. ശുക്റുല്ലാഹ്, അല്ലാഹ്ക്ക് നന്ദി ചെയ്യണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? മൻ ഖാല ഹീന യുസ്ബിഹു, നേരം പുലരുമ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ, അല്ലാഹുമ്മ, അല്ലാഹുവേ, മാ അസ്ബഹ മിൻ നിഅമത്തിൻ ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്രു. അതാ ഒരാൾ നേരം പുലരുമ്പോൾ എന്നും രാവിലെ പറയുകയാണ്, എന്താ പറയുന്നത്? മാ അസ്ബഹ മിൻ നിഅമത്തിൻ ഫമിൻക വഹ്ദക ലാ ശരീക ലക, അല്ലാഹുവേ, എനിക്ക് കിട്ടിയ നിഅമത്തെല്ലാം നിന്നിൽ നിന്നാണ്, നീ ഏകനാണ്, നിനക്ക് പങ്കാളിയില്ല. അതുകൊണ്ട് ഫലക്കൽ ഹംദു, എൻ്റെ റബ്ബേ, നിനക്ക് സർവസ്തുതിയുമാണ്, വലക ശുക്രു, എൻ്റെ റബ്ബേ, നിനക്കാണ് നന്ദിയുള്ളത് എന്നൊരാൾ നേരം പുലർച്ചെ പറഞ്ഞാൽ, ഫഖദ് അദ്ദാ ശുക്ര യൗമിഹി, അന്നേ ദിവസത്തെ നന്ദി അയാൾ, റബ്ബിനുള്ള നന്ദി അയാൾ വീട്ടിക്കഴിഞ്ഞു. വമൻ ഖാല മിസ്ല ദാലിക ഹീന യുംസി, വൈകുന്നേരമാണ് ഒരാൾ ഇത് പറയുന്നതെങ്കിൽ, ഫഖദ് അദ്ദാ ശുക്ര ലൈലതിഹി, ആ രാത്രിയിലുള്ള അയാളുടെ നന്ദിയെ അയാൾ വീട്ടിക്കളഞ്ഞു. നോക്കൂ നിങ്ങൾ, അപ്പോൾ അതൊക്കെ പറയണം.
അതൊക്കെ നമ്മൾ പറയണം. ഇനി 6 പറഞ്ഞത്. 7ാമത്തെ സംഗതി കൂടെ ഞാൻ പറയട്ടെ. 7 അൽ ഖനാ, കിട്ടിയതിലൊരു തൃപ്തി വേണം, കിട്ടിയതിലൊരു സംതൃപ്തി വേണം. കിട്ടിയിട്ടില്ലെന്ന മനസ്സ് പറ്റുകയില്ല, അത്യാർത്തി പറ്റുകയുമില്ല. എന്താ ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ? അൽ ഖനാഅത്തു ഹിയ റിളാ ബിമാ ഖസമല്ലാഹ് വലൗ കാന ഖലീലാ. കുറച്ചേ നമുക്ക് കിട്ടിയതുള്ളൂ, പക്ഷെ അതിൽ അൽഹംദുലില്ലാഹ്. അതല്ലാതെ മറ്റുള്ള ജനങ്ങളുടെ കൈകളിലുള്ളതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരു മനസ്സമാധാനവും ഇല്ലാത്തവനായി ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. അതുകൊണ്ട് ഉള്ളതിൽ സംതൃപ്തി വേണം. മറ്റുള്ളവൻ്റെ കയ്യിലേക്ക് നോക്കിയിട്ട് അസമാധാനമുള്ളവനായി മാറാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. കിട്ടിയതിലൊന്നും മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയണം. അതാണ് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. അത്യാഗ്രഹം പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അത് വലിയൊരു സമാധാനമാണ്. യഖൂലുൽ ഉലമാ, പണ്ഡിതന്മാർ പറയുന്നു, അൽ ഖനാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത് സബീലുൽ ലിറാഹത്തിൻ നഫ്സിയ, മനസ്സിന് വല്ലാത്ത സമാധാനമാണ്. അൽ മുസ്ലിമുൽ കാനിഉ, എന്നാൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മുസ്ലിം യഈശു ഫീ റാഹത്തിൻ, അവൻ സമാധാനത്തിൽ ജീവിക്കും. വ അംനിൻ വ തുമിനാനിൻ ദായിമിൻ, എന്നും അവന് സമാധാനമാണ്. വ അമ്മത്തമ്മാഉ, എന്നാൽ അത്യാർത്തിയുള്ളവനോ ഫഇന്നഹു യഈശു മഹ്മൂമാ, അവൻ മനോദുഃഖിതനായിട്ടാണ് ജീവിക്കുന്നത്. ലാ യസ്തഖിറു അലാ ഹാലിൻ, ഒരു നിലക്കും അവന് സമാധാനം ഉണ്ടാവൂല, അടങ്ങി നിൽക്കാൻ അവന് കഴിയൂല. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു അത്യാഗ്രഹം വേണ്ട കേട്ടോ, അല്ലാഹ് വിധിച്ചത് നിനക്ക് കിട്ടും. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് അല്ലാഹ്ക്ക് ശുക്ർ പറഞ്ഞ് അല്ലാഹ് തന്നതിന് തൃപ്തി പ്രകടിപ്പിച്ചോ, അത് നിന്നിൽ ഉണ്ടാകേണ്ട യോഗ്യതയാണ്. എന്നാൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങൾ? ഓട്ടം തന്നെയാണ്. അള്ളാഹ്ക്കൊന്ന് നന്ദി ചെയ്യാൻ അവന് സമയമില്ല, നന്ദി ചെയ്യാൻ നേരമില്ല, ഇബാദത്ത് ചെയ്യാൻ നേരമില്ല, ഓട്ടത്തോട് ഓട്ടമാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്നല്ലാഹ തആല യഖൂൽ, ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹ് പറഞ്ഞു, റസൂൽ പറയാണ്, യബ്ന ആദം, ആദമിൻ്റെ സന്തതി, തഫറഗ് ലി ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാനൊന്ന് നേരം കാണ്. അംലഉ സദ്റക ഗിനാ, നിന്റെ മനസ്സിൽ ഞാൻ ഐശ്വര്യം നിറച്ചു തരാം. വ അസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കിത്തരാം. വ ഇല്ലാ തഫ്അൽ, അത് നീ ചെയ്യില്ലെങ്കിൽ മലഅതു യദൈക ശുഗ്ല, നിന്റെ കൈ നിറയെ ഞാൻ ജോലി തരും, നിനക്ക് പണി തരും. വലം അസുദ്ദ ഫഖറക, ദാരിദ്ര്യം തീരുകയുമില്ല. അതുകൊണ്ട് ഈ ഓട്ടം മാത്രം പോരാ, കിട്ടിയതിലൊരു തൃപ്തി വേണം, ഇബാദത്ത് ചെയ്യാൻ നേരം വേണം, ദീനിന് സമയം വേണം. അങ്ങനെ ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജനങ്ങളുടെ കൈകളിലുള്ളതിനെ കൈനീട്ടി ചോദിക്കുന്ന ഒരു സമ്പ്രദായത്തെ ഇസ്ലാം എതിർത്തിരിക്കുകയാണ്, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമേ അനുവദിക്കപ്പെട്ടൊരു ചോദ്യം, പടപ്പുകളോട് അനുവദിക്കപ്പെട്ടൊരു സംഗതി ചോദിക്കുന്നത് പോലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ അനുവദിക്കാത്തൊരു ചോദ്യം മുസ്ലിമിന് ചോദിക്കാൻ പറ്റുമോ? അല്ലേ? വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരാളോട് കൈ നീട്ടുന്നത് വരെ ഇസ്ലാം അനുവദിച്ചതാണ്, പക്ഷെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മയ്യക്ഫല്ലി, ആരാണോ എനിക്ക് ജാമ്യം നിൽക്കുന്നത്, അല്ലാ യസ്അലന്നാസ ശൈആ, ജനങ്ങളോടൊന്നും ചോദിക്കൂല എന്നാരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ, അതഖഫല്ലഹു ബിൽ ജന്ന, അവന് സ്വർഗമുണ്ടെന്നത് കാര്യത്തിൽ ഞാനും ജാമ്യം നിൽക്കാം. അപ്പോൾ ചോദ്യം തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറയാണ്, സഅൽതു നബിയ, അള്ളാഹിൻ്റെ റസൂലിനോട് ഞാൻ ദാനം ചോദിച്ചു, അപ്പോൾ ഫഅതാനി, എനിക്ക് നബി തന്നു. പിന്നെ ഞാൻ ചോദിച്ചു, അപ്പോഴും എൻ്റെ റസൂൽ എനിക്ക് തന്നു. എന്നിട്ട് റസൂൽ എനിക്ക് തന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം എന്താണെന്നറിയോ? ആ ഉപദേശമായിരുന്നു, ഇന്നയാ ഹക്കീമു, ഹക്കീമേ, ഇന്ന ഹാദൽ മാല ഖളിറത്തുൻ ഹുൽവാ, ഈ ധനം എന്ന് പറയുന്നത് പച്ചപ്പുള്ളതും മധുരമേറിയതുമാണ്. ഫമൻ അഖദഹു ബിതീബി നഫ്സിൻ ബൂരിക ലഹു ഫീഹി, നല്ല മനസ്സോടെ ആരാണോ അത് സ്വീകരിക്കുന്നത് അവൻ അല്ലാഹു ബറക്കത്ത് കൊടുക്കും. എന്നാൽ വമൻ അഖദഹു ബി ഇസ്റാഫി നഫ്സിൻ, അത്യാഗ്രഹത്തോടെ ധനത്തിൻ്റെ പിന്നാലെ ആരാണോ പോകുന്നത്, ലം യുബാരിക് ലഹു ഫീഹി, അവൻ അല്ലാഹു ബറക്കത്ത് കൊടുക്കുകയില്ല. അപ്പൊ ബറക്കത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അത്യാഗ്രഹം മാറ്റിവെക്കണം. കിട്ടിയത്
നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ അറിയോ? അതാണ് റസൂൽ പറയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസതു ലഹു ദുനിയാ. ഒരാൾ ഇവിടെ നേരം പുലരുന്നു, ഒരു മുഅ്മിന്, എങ്ങനെ? അവൻ്റെ സമൂഹത്തിൽ, അവൻ്റെ ചുറ്റുപാടിൽ, മുആഫൻ ഫീ ജസദിഹി, അവന് ശാരീരികമായി ആരോഗ്യമുണ്ട്, ഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസത്തിനുള്ള ഭക്ഷണം അവൻ്റെ കയ്യിലുണ്ട്, ഫകഅന്നമാ ഹീസതു ലഹു ദുനിയാ, അവൻ ദുനിയാവ് മുഴുവനും ഉടമപ്പെടുത്തിയവനെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന നിലക്ക്, അവൻ്റെ പ്രവാചകൻ വിശദീകരിച്ചു തന്ന നിലക്ക് ദീനിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് എല്ലാ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ടല്ല മതത്തിൻ്റെ പ്രമാണങ്ങളെ നാം അളക്കേണ്ടത്. നമ്മുടെ ബുദ്ധിയല്ല മാനദണ്ഡം, മറിച്ച് വിശുദ്ധ ഖുർആനും സുന്നത്തുമാണ്. അത് പഠിപ്പിച്ച നിലക്ക് തന്നെ ഉൾക്കൊള്ളുവാനും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനും നമ്മളെല്ലാവരും തയ്യാറാകണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിലെ അദാബിൽ നിന്ന് നമ്മെ ഏവരെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ടുകൊണ്ട് മരണപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.